ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കോഴിക്കോട് നിർത്തിയിട്ട കാരവാനിൽ 2 മൃതദേഹം, മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. വടകര കരിമ്പനപ്പാലത്താണ് സംഭവം. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, 2 ദിവസമായി ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുകയാണ് കാരവാൻ, അതിലാണ് മൃതദേഹമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? പോലീസിന് എന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ ഇതിൽ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് ദേശീയപാതയിൽ വടകര കരിമ്പനപ്പാലത്താണ് സംഭവം. നിർത്തിയിട്ടിരുന്ന കാരവാനിനുള്ളിൽ നിന്നാണ് 2 പുരുഷ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ 2 ദിവസമായി ഈ വഴിയരികിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു കാരവാൻ. സംശയം തോന്നിയ നാട്ടുകാരാണ് വടകര പോലീസിനെ ഇത്തരത്തിലൊരു വാഹനം 2 ദിവസമായി വഴിയരികിൽ കിടക്കുന്നുണ്ടെന്ന വിവരം അറിയിക്കുന്നത്. തുടർന്ന് അല്പസമയം മുമ്പാണ് വടകര പോലീസിന്റെ നേതൃത്വത്തിൽ ഈ സംഭവ സ്ഥലത്തെത്തി ഈ വാഹനം തുറന്ന് പരിശോധിച്ചത്. അപ്പോഴാണ് നടയിൽ ആദ്യം ഒരു മൃതദേഹം കണ്ടെത്തുന്നു. തുടർന്ന് അകത്ത് പരിശോധന നടത്തിയപ്പോൾ മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തുകയായിരുന്നു. മധ്യവയസ്കരായ 2 പേരുടെ മൃതദേഹങ്ങളാണ് ഉള്ളതെന്നാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. വാഹന നമ്പർ കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. KL 54P 1060 എന്ന നമ്പറിലുള്ള ഒരു കാരവാനാണ്. ഓറഞ്ച് കളറിലുള്ള കാരവാൻ കൂടിയാണ്. എന്നാണെങ്കിലും വിശദമായുള്ള പരിശോധന ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ അവിടെ പുരോഗമിക്കുകയാണ്. അതിനുശേഷം മാത്രമേ എങ്ങനെയാണ് മരണം, അതോ കൊലപാതകമാണോ അതോ മറ്റേതെങ്കിലും രീതിയിലുള്ള മരണമാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമുള്ളൂ. എന്തായാലും നാട്ടുകാരുടെ ഒരു സംശയമാണ് ഇത്തരത്തിൽ ഒരു സംഭവം പുറം ലോകത്തെ അറിയിച്ചിട്ടുള്ളത്. 2 ദിവസം മൃതദേഹത്തിന് പഴക്കമുണ്ടെന്ന കാര്യം കൂടിയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. വടകര DYSPയുടെയും അതോടൊപ്പം തന്നെ വടകര പോലീസിന്റെയും നേതൃത്വത്തിലുള്ള പരിശോധനയാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. ഈ വാഹനത്തിൽ നടത്തുന്ന പരിശോധനയിൽ ഒരുപക്ഷെ ഇവരുടെ ഐഡന്റിറ്റി കാർഡ് ഉൾപ്പെടെ കണ്ടെത്താൻ സാധിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ ആരാണ് മരിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ. രാഹുൽ, ഇത് അങ്ങേറ്റം ദുരൂഹമാണല്ലോ. 2 ദിവസമായി ഒരു സ്ഥലത്ത് ഒരു കാരവാൻ നിർത്തിയിട്ടിരിക്കുക, അതിൽ നാട്ടുകാർക്ക് സംശയം തോന്നി പോലീസിനെ വിളിച്ച് നടത്തുന്ന പരിശോധനയിൽ 2 മൃതദേഹം ആ വാഹനത്തിൽ നിന്ന് കണ്ടെത്തുന്നു. അത് ആരാണെന്നറിയില്ല, എവിടെയാണെന്നറിയില്ല. ആകെയുള്ളത് ഈ KL 54P 1060 എന്ന നമ്പർ മാത്രമാണുള്ളത്. മറ്റ് ഐഡന്റിറ്റി ഒന്നും ഇതുവരെ ലഭ്യമാകുന്നുമില്ല. പോലീസിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഏതെങ്കിലും മിസ്സിംഗ് കേസുകളോ അങ്ങനെ എന്തെങ്കിലും ചുറ്റിപ്പറ്റി അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നോ ഈ പരിസര പ്രദേശങ്ങളിലോ അല്ലെ ഈ സമീപ ജില്ലകളിലോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ അല്ലേ? വിജയകുമാർ, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വടകര DYSPയുമായി നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചു, റൂറൽ SPയുമായി സംസാരിക്കാൻ ശ്രമിച്ചു. അവരൊന്നും മൊബൈൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. നമുക്ക് പ്രാദേശികമായി പത്രപ്രവർത്തകരുമായി സംസാരിക്കാൻ ലഭ്യമാവുന്ന വിവരങ്ങളാണ്, നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പോലീസിന്റെ പരിശോധന ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 2 രീതിയിലാണ് പരിശോധന മുന്നോട്ട് പോകുന്നത്. ഒന്ന്, വാഹന നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരുടെ പേരിലാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് ഉൾപ്പെടെയുള്ള വാഹന നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നു. മറ്റൊന്ന്, ഒന്നെങ്കിൽ കൊലപാതകം നടത്തിയ ശേഷം ഈ വാഹനം ആ പ്രദേശത്ത് കൊണ്ട് ഉപേക്ഷിച്ചതാവാം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ആളുകൾ തന്നെ അവിടെ വാഹനം കൊണ്ട് നിർത്തിയ ശേഷം അവർ തന്നെ ആത്മഹത്യ ചെയ്തതാകാം. അങ്ങനെ വിവിധ തരത്തിലുള്ള സംശയങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. നാട്ടുകാരാണ് പറയുന്നത് 2 ദിവസമായി ഈ വാഹനം വഴിയരികിൽ കിടക്കുന്നു എന്ന കാര്യം. അതിൽ കൂടുതൽ എപ്പോഴാണ് ഈ വാഹനം അവിടെ ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ വാഹനം അവിടെ വന്നത്, ഈ വാഹനം അവിടെ നിർത്തിയ ശേഷം ആരെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ടോ, അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണം. അതുകൊണ്ട് 2 രീതിയിലുള്ള പരിശോധനയാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. ഒന്ന് CCTV കേന്ദ്രീകരിച്ചും മറ്റൊന്ന് ഈ വാഹന നമ്പർ കേന്ദ്രീകരിച്ചും. എന്താണെങ്കിലും അതിനുള്ള ഒരു മറുപടി ഉടൻ തന്നെ ലഭ്യമാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ. ശരി രാഹുൽ, തുടരും. ഇപ്പോൾ KK രമ MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി KK രമ, ഈ സംഭവത്തെ പറ്റി ഉറപ്പായും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഇതിനകത്ത് ഇപ്പോൾ അറിയാൻ സാധിച്ചത് രാവിലെ മുതൽക്ക് ഒരു വണ്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് അപ്പൊ രാവിലെ നിർത്തിയിട്ട വണ്ടി ആൾക്കാർ അത് ശ്രദ്ധിച്ചിരുന്നില്ല. അതിനുശേഷം അതിനകത്തുള്ള ബോഡി കണ്ട ആളുകളുടെ വീട്ടിൽ നിന്ന് അവിടുത്തെ ബന്ധുക്കളെ വിവരം അറിയിച്ചപ്പോൾ അത് അന്വേഷിച്ചു തന്നപ്പം അവരുടെ ടവർ ലൊക്കേഷൻ കരിമ്പനപ്പാലം കാണിക്കുന്നു. അങ്ങനെയാണ് ഈ വണ്ടി പരിശോധിക്കാനും അതിനകത്ത് മൃതദേഹം ഉള്ളതും കണ്ടെത്താൻ സാധിച്ചത്. മറ്റ് ഡീറ്റെയിൽസുകളൊന്നും അറിയില്ല. പോലീസ് അവിടെ ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിക്കുന്നുണ്ട്.
ശരി, ശ്രീമതി കെ കെ രമ MLA ആണ് പ്രതികരിച്ചത്. കൂടുതൽ വിവരങ്ങൾ ജനപ്രതിനിധി എന്ന നിലയിൽ ലഭ്യമായിട്ടില്ല എന്നാണ് കെ കെ രമയും അറിയിച്ചത്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതാണ് ഇക്കാര്യത്തിൽ ഒരു ദുരൂഹതയുണ്ട്, വലിയ തോതിൽ ദുരൂഹതയുണ്ട്. കാരണം ഈ വാഹനം അവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു 2 ദിവസമായി. അതിൽ നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ സംശയം തോന്നുന്നു, പോലീസിനെ അറിയിക്കുന്നു. അതിൽ മൃതദേഹമുണ്ടെന്ന് പോലീസ് കണ്ടെത്തുന്നു. അത് ആരുടേതാണ് എന്നൊന്നും അറിയില്ല. എന്തായാലും അല്പസമയത്തിനകം അതിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായേക്കും. ആ ഘട്ടത്തിൽ നമ്മൾ ആ വാർത്തയിലേക്ക് വീണ്ടും തിരികെ വരും. ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. നേരത്തെ നമ്മൾ നൽകിയ ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. വടകര റൂറൽ SP അല്പസമയം മുമ്പ് 24നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ആ മരിച്ചത് പട്ടാമ്പി സ്വദേശികളായ 2 പേരാണ്. മനോജ്, ജോയൽ, ഈ 2 പേരുകളാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ കുറെ കൂടി സ്ഥിരീകരണം ആവശ്യമുണ്ടെന്ന് പോലീസും പറയുന്നു. അവരുടെ മറ്റു വിശദാംശങ്ങൾ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ എന്നാണ് റൂറൽ SP ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നമ്മൾ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരും. ഡൽഹിയിൽ CBCI സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോൾഡ് ഖാന സേക്രഡ് ഹാർട്ട് ദേവാലയം സന്ദർശിച്ച മോദി പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതായി പറഞ്ഞു. ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിലും ശ്രീലങ്കയിലെ പള്ളികൾക്ക് നേരെയും ഉണ്ടായ ആക്രമണങ്ങൾ പരാമർശിച്ചായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം. പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു. इतना ही स्नेह मुझे हिज होलीनेस पोप फ्रांसिस से भी मिलता है. इसी साल इटली में G7 समिट के दौरान मुझे हिज होलीनेस पोप फ्रांसिस से मिलने का अवसर मिला था. पिछले 3 वर्ष में यह हमारी दूसरी मुलाकात थी. मैंने उन्हें भारत आने का निमंत्रण भी दिया है. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ചരിത്ര മുഹൂർത്തമെന്ന് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പ്രതികരിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് CBCIയുടെ ക്രിസ്മസ് സെലിബ്രേഷനിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നത് എന്നതിൽ CBCIക്ക്, കത്തോലിക്ക മെത്രാൻ സമിതിക്ക്, ഭാരത കത്തോലിക്കർക്ക്, ക്രൈസ്തവർക്കെല്ലാം തന്നെ വലിയ സന്തോഷമാണ്. അദ്ദേഹം വളരെ മനോഹരമായൊരു സന്ദേശം ഇത് നൽകുകയുണ്ടായി. തീർച്ചയായിട്ടും 2000 കൊല്ലത്തെ പഴക്കമുള്ള ഭാരതത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് ഇന്നൊരു ഹിസ്റ്റോറിക് ഇവൻ്റ് തന്നെയാണ്. ഈ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ തിരുനാൾ നവവത്സരത്തിൽ ഒരുക്കമായി പ്രധാനമന്ത്രി തന്നെ അതിനെ അംഗീകരിക്കുകയും ഇന്ത്യയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, CBCIയുടെ പരിപാടിയിൽ പ്രധാനമന്ത്രി ക്ഷണം സ്വീകരിച്ചെത്തി സന്ദേശം നൽകുകയും ഇപ്പോൾ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പറയുകയായിരുന്നു ഇതൊരു ചരിത്ര സംഭവമെന്ന്. എന്താണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം? പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതടക്കം അദ്ദേഹം പരാമർശിച്ചിരുന്നല്ലോ. വിജയകുമാർ, തീർച്ചയായും പ്രധാനമന്ത്രി ഇത്തവണ ക്രിസ്മസ് സന്ദേശം നൽകിയത് CBCIയുടെ ഡൽഹിയിലെ ആസ്ഥാനത്ത് വെച്ചാണ് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അദ്ദേഹം തൻ്റെ ക്രിസ്മസ് സന്ദേശത്തിൽ പോപ്പിനെ കണ്ടതിലുള്ള സന്തോഷം അദ്ദേഹം പങ്കുവച്ചു. ഒപ്പം തന്നെ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് 2 തവണ കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ 2 തവണ ക്ഷണിച്ചിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെയാണ് വിദേശങ്ങളിൽ കുടുങ്ങിപ്പോയ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ, അഫ്ഗാനിസ്ഥാനിലും ലെബനിലും കുടുങ്ങിയ പുരോഹിതന്മാരെ മടക്കി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങൾ, ഒപ്പം തന്നെ വിദേശത്ത് കുടുങ്ങിയ നഴ്സ് സഹോദരിമാരെ മടക്കിക്കൊണ്ടുവരാൻ നടത്തിയ ഇടപെടലുകൾ, അത് നയതന്ത്രം എന്നതിലുപരി അത് ഒരു മനസ്സിൻ്റെ വേദനയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഇവർ കുടുങ്ങിയ സാഹചര്യങ്ങളിൽ ഉണ്ടായത്. ഒപ്പം തന്നെ ക്രിസ്തുദേവന്റെ സന്ദേശത്തെ എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി സമൂഹത്തിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ തൻ്റെ ഹൃദയം വേദനിക്കുന്നു എന്നും പറഞ്ഞു. കൂടാതെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ അദ്ദേഹം എണ്ണി പറഞ്ഞു ഈ ക്രിസ്മസ് ദിന സന്ദേശത്തോടൊപ്പം എന്നുള്ളതും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇത് ചരിത്രപരമായ ഒരു മുഹൂർത്തം എന്ന വിശേഷണമാണ് വിവിധ സഭാധ്യക്ഷന്മാർ, CBCI അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്തിൽ അടക്കമുള്ളവർ പ്രതികരിച്ചിരിക്കുന്നത്. ആദ്യമായി 80 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി CBCIയുടെ ക്രിസ്മസ് ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയും ക്രിസ്മസ് സന്ദേശം നൽകുകയും ചെയ്തു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കമുള്ള നേതാക്കളും ഈ ചടങ്ങിൽ പ്രധാനമന്ത്രിയോടൊപ്പം പങ്കെടുത്തിരുന്നു. വിജയകുമാർ. യെസ്, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ചരിത്രപരം, ഈ സന്ദർശനം ചരിത്രപരം എന്നാണ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് വിശേഷിപ്പിച്ചത്. പാലക്കാട് വീണ്ടും ക്രിസ്മസ് ആഘോഷത്തിന് നേരെ അസഹിഷ്ണുത. നല്ലേപ്പള്ളി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം
വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകർ അലങ്കോലപ്പെടുത്തിയതിന് പിന്നാലെ തത്തമംഗലത്ത് സ്കൂളിലെ പുൽക്കൂട് അജ്ഞാത സംഘം തകർത്തു. സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. വ്യാപക പ്രതിഷേധമാണ് സംഭവങ്ങളിൽ ഉയരുന്നത്. തത്തമംഗലം UP സ്കൂളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കുട്ടികൾ സ്ഥാപിച്ച പുൽക്കൂടാണ് അജ്ഞാതർ തകർത്തത്. ജില്ലാ പോലീസ് മേധാവിയും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. അന്വേഷണ പോലീസ് സയന്റിഫിക് ഉദ്യോഗസ്ഥന്മാരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് വന്ന് പരിശോധന നടത്തി സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. ചീറ്റൂർ സിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് കേസ് അന്വേഷണം നടത്തി. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ പോസിബിലിറ്റീസ് ഞങ്ങൾ പരിശോധിച്ചിട്ട് നല്ല അന്വേഷണ കേസ് നടത്തും. സ്ഥലം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും സന്ദർശിച്ചു. പ്രത്യേകമായ സംഘത്തിനെ അന്വേഷിക്കും. രണ്ടും കൂടി തന്നെ അവർ പ്രത്യേക സംഘത്തിനെ വെച്ച് ഈ പ്രശ്നത്തിന് അന്വേഷിക്കും. ഞാൻ SP ആയിട്ട് സംസാരിച്ചു. സന്ദർശനത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിയെ നേരിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. ഹലോ, ഞാൻ വിളിച്ചത് ഞാൻ ഈ ചിറ്റൂരിൽ 2 സ്ഥലത്ത് ഈ പുലിക്കൂടുകൾ നമ്മുടെ ക്രിസ്മസ് ഒരു ആഘോഷത്തിനെയൊക്കെ തകർത്തിട്ടുണ്ട്. മിനിഞ്ഞാന്നൊന്ന് തകർത്തു, ഇന്നലെയൊന്ന് തകർത്തു. CM ആയിട്ട് സംസാരിച്ചതാണ്. നല്ലേപ്പിള്ളിയിലെയും തത്തമംഗലത്തെയും സംഭവങ്ങളിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. നല്ലേപ്പിള്ളിയിൽ സ്കൂൾ പരിസരത്ത് ഡിവൈഎഫ്ഐ സൗഹൃദ കാരൽ സംഘടിപ്പിച്ചു. മധുരം വിതരണം ചെയ്തായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സൗഹൃദ കാരൽ. ക്രിസ്തുമസ് ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്തിയതിനെ BJP നേതൃത്വം തള്ളി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും നേതാക്കൾ. ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ശക്തമായിട്ടുള്ള നടപടി ഇക്കാര്യത്തിൽ വേണം. ഈ അടുത്ത കാലത്ത് BJP വിട്ട് പോയിട്ടുള്ള ചില ആളുകളുടെ പങ്കാളിത്തം ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അതുകൊണ്ട് നിഷ്പക്ഷവും നീതിപൂർവവുമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണം. സംഭവത്തിനു പിന്നിൽ BJP നേതൃത്വമെന്നാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുടെ ആരോപണം. സ്കൂളിലേക്ക് നുഴഞ്ഞുകയറി ബഹളമുണ്ടാക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. BJP വർഗീയ നിലപാടെടുക്കുന്നതിന്റെ ദുരന്തം ക്രൈസ്തവ സഭ മനസ്സിലാക്കണമെന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. 24 പാലക്കാട്. കാരവാനിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ദൂരയാത്ര കഴിഞ്ഞ് വരുന്നതിനിടെ വിശ്രമിച്ച ആളുകൾ AC-യുടെ തകരാർ മൂലം വിഷവാതകം ശ്വസിച്ചു മരിച്ചതാകാം എന്നാണ് പോലീസ് പ്രാഥമികമായി സംശയിക്കുന്നത്. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പട്ടാമ്പി സ്വദേശികളായ മനോജ് ജോയൽ എന്ന 2 പേരുകളാണ് ഇപ്പോൾ വടകര റൂറൽ SP പറഞ്ഞത്. അത് കുറെ കൂടി സ്ഥിരീകരണം അക്കാര്യത്തിൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. പോലീസ് പരിശോധിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അത് വിഷവാതകം ശ്വസിച്ചുള്ള മരണമാണ് എന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. വിഖ്യാത സംവിധായകൻ ശ്യാം ബെനഗൽ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മുംബൈയിലെ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്ത്യൻ ഗ്രാമീണ ജീവിതത്തെയും ചരിത്രത്തെയും പശ്ചാത്തലമാക്കി മനുഷ്യാവസ്ഥകളുടെ ഭിന്നഭാവങ്ങൾ ആവിഷ്കരിച്ച ചലച്ചിത്രകാരനാണ് ഓർമ്മയാകുന്നത്. 70കൾക്ക് ശേഷം രാജ്യം കണ്ട ഏറ്റവും മികച്ച സംവിധായകനാരെന്ന ചോദ്യത്തിന് ആദ്യം പറയേണ്ട ഉത്തരം ശ്യാം ബെനഗൽ എന്നാണ്. സമാന്തര സിനിമകളുടെ തുടക്കക്കാരൻ, പലവട്ടം കൈവന്ന ദേശീയ പുരസ്കാരങ്ങൾ, 2005 സിനിമാ രംഗത്തെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്, പത്മ പുരസ്കാരം. അങ്ങനെ ഇനി എന്ത് തെളിയിക്കാനെന്ന ചോദ്യത്തിനു പോലും പ്രസക്തിയില്ലാത്ത വിധം സമ്പൂർണ്ണമാണ് ആ ജീവിതം. 12ാം വയസ്സിൽ അച്ഛൻ കൈമാറിയ ഒരു സ്റ്റിൽ ക്യാമറയിലൂടെയാണ് സിനിമയിലേക്കുള്ള യാത്രയുടെ തുടക്കം. പരസ്യക്കമ്പനിയിലെ ക്രിയേറ്റീവ് ഹെഡ്, പിന്നെ ഡോക്യുമെന്ററി സംവിധായകൻ, പിന്നീടാണ് ഫീച്ചർ ഫിലിമിലേക്കുള്ള വരവ്. സ്വദേശമായ തെലങ്കാനയിലെ യാഥാർത്ഥ്യങ്ങൾ തിരശീലയിലേക്ക് പകർത്തിയ അങ്കുർ എന്ന ആദ്യ ചിത്രം, ഷബാന അസ്മിയെ പോലൊരു കലാകാരിയെ നമുക്ക് സമ്മാനിച്ച ആ ഒരൊറ്റ ചിത്രം തന്നെ ഇതിഹാസത്തിന്റെ വരവറിയിക്കലായിരുന്നു. പിന്നീട് വന്ന ഓരോ ചിത്രവും റിയലിസ്റ്റിക് സിനിമയുടെ പാഠപുസ്തകങ്ങളായിരുന്നു. ദ റോൾ, ഭൂമിക, ജുനൂൻ, ആരോഹൺ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ ഫർഗട്ടൺ ഹീറോ, മന്ഥൻ, വെൽഡൻ അബ്ബ, അങ്ങനെ ദേശീയ പുരസ്കാരം നേടിയെടുത്ത പല ചിത്രങ്ങൾ. ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയുടെ ടെലിവിഷൻ ആഖ്യാനം ഭാരത് ഏക് ഖോജ് പകരം വയ്ക്കാനില്ലാത്ത സൃഷ്ടിയാണ്. ഇക്കഴിഞ്ഞ ഡിസംബർ 14 ശ്യാം ബെനഗലിന്റെ 90ാം പിറന്നാൾ. വൃക്ക തകരാറിലായതിനെ തുടർന്ന് ഏറെ നാളായി അവശതകൾ അലട്ടിയിരുന്നു. ഒടുവിൽ വൈകിട്ട് 6:30 മടക്കം. 24 മുംബൈ. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. പോലീസ് ഡയറിയിൽ സുഹൈൽ. നമസ്കാരം.